ഹലോ എവരിവൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം മൈനർ കോഴ്സായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുന്ന ഭാഗത്തിലെ ഒന്നാമത്തെ മൊഡ്യൂളാണ് കമ്മ്യൂണിക്കേഷൻ പ്രിൻസിപ്പൾസ്. കമ്മ്യൂണിക്കേഷൻ പ്രിൻസിപ്പൾസിൽ നമ്മൾ പ്രധാനമായിട്ടും ആദ്യമായിട്ട് നോക്കുന്നത് ഓവർവ്യൂ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ്റെ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. കോൺസെപ്റ്റ്: കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഷെയറിംഗ് ഇൻഫർമേഷൻ, ഐഡിയാസ്, തോട്ട് ആൻഡ് ഫീലിംഗ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസ്, ഐഡിയാസ്, നമ്മളുടെ ചിന്തകൾ, തോട്ടുകൾ, നമ്മളുടെ ഫീലിങ്ങുകൾ, ഇതൊക്കെ ഒരാളുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ടും വരുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. കമ്മ്യൂണീസ് എന്ന് പറയുന്ന ടു ഷെയർ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ്, ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ഉൾത്തിരിഞ്ഞു വരുന്നത്. മാത്രമല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ കണ്ടിന്യൂസ് പ്രോസസ് ബിറ്റ്വീൻ എ സെൻഡർ ആൻഡ് റിസീവർ എന്നുള്ളതാണ്. അതായത് ഒരു സെൻറ്ററും ഒരു റിസീവറും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് അവിടെ നടപ്പിലാവുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് പരസ്പര ആശയവിനിമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുക, അതിലൂടെ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഓപ്പോസിറ്റുള്ള ആളുകൾക്ക് കൺവേ ചെയ്യിപ്പിച്ച് നൽകുക. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തേതാണ് നോക്കുന്നത്, അതാണ് ഡെഫിനിഷൻസ്. എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ആക്ട് ഓഫ് കൺവേയിങ് ഇൻറ്റൻഡഡ് മീനിങ് ഫ്രം എ വൺ എൻറ്റിറ്റി ഓർ ഗ്രൂപ്പ് ടു അനദർ ത്രൂ യൂസ് ഓഫ് മ്യൂച്വലി അണ്ടർസ്റ്റുഡ് സയൻസ് ആൻഡ് സെമിയോട്ടിക് റൂൾസ് എന്നുള്ളതാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി നൽകുന്ന ഒരു ഡെഫിനേഷനാണിത്. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആക്റ്റാണ്, ഒരു പ്രവൃത്തിയാണ്. എങ്ങനെ? നമ്മുടെ കയ്യിലുള്ള നമ്മളുടെ മീനിങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള കുറച്ച് സന്ദേശങ്ങൾ അതെന്ത് ചെയ്യുന്നു, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യുന്നു. അതെങ്ങനെ കൺവേ ചെയ്യുന്നത്? നമ്മൾ രണ്ടുപേർക്കും കോമൺ ആയിട്ട് അറിയുന്ന ലാംഗ്വേജുകൾ, സൈനുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, ആശയവിനിമയം നടത്തുന്നു. അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്നാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പറയുന്നത്. മറ്റൊരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജ് ത്രൂ വെർബൽ ഓർ നോൺ വെർബൽ മീൻസ്. വെർബലായിട്ടോ നോൺ വെർബലായിട്ടോ. വെർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ കൊണ്ട്, നോൺ വെർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളല്ലാതെ എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമ്മളൊരു ആശയവിനിമയം നടത്തുന്നു, അത് റിസീവ് ചെയ്യുന്നു, അത് ലഭിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വെർബലായിട്ടോ നോൺ വെർബലായിട്ടോ ആശയവിനിമയം നടത്തുന്ന ഒന്നിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുമെന്നുള്ളതാണ് രണ്ടാമത്തെ ഡെഫിനിഷൻ പറയുന്നത്. മൂന്നാമത്തെ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജ് ബിറ്റ്വീൻ ടു ഓർ മോർ പീപ്പിൾ എന്നുള്ളതാണ്. രണ്ടോ അല്ലെങ്കിൽ അതിലധികം ആളുകൾ തമ്മിൽ മെസ്സേജുകൾ, എന്തെങ്കിലും ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് ഡെഫിനേഷൻ എന്ന് വിളിക്കാം. പ്രോസസ് ഓഫ് പാസിംഗ് ഇൻഫർമേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതായത് കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു മീനിങ് ആണ്, ഒരു പ്രോസസ്സാണ്, ഒരു പ്രവൃത്തിയാണ്. എങ്ങനെ? ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരാളിലേക്ക്, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഒരു ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നു, അത് മനസ്സിലാക്കുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ വിളിക്കുക, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക എന്നതാണ് നാലാമത്തെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നിരവധി ഡെഫിനിഷൻസ് അവൈലബിൾ ആണ്. അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള, ഏറ്റവും നിങ്ങൾക്ക് പഠിക്കാൻ സിമ്പിളായിട്ടുള്ള 4 ഡെഫിനിഷൻസ് മാത്രമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, കോട്ട് ചെയ്യുന്നത്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്നുള്ളതാണ്. എങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഒരു സെൻഡർ ഉണ്ടായിരിക്കും, ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും, ഒരു മീഡിയം ഉണ്ടായിരിക്കും, റിസീവർ ഉണ്ടായിരിക്കും, ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ ഈ ചാർട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കോമൺ ആയിട്ട് നമ്മളൊരു സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ വാട്സപ്പ് വഴി ചാറ്റ് ചെയ്യുകയാണെന്ന് കരുതുക. നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നു, ആ മെസ്സേജാണ് സെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മെസ്സേജ് അയക്കുന്നത് ഹായ് എന്നുള്ളതാണ്. ആ ഹായ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അൽഗോരിതം, അതായത് വാട്സപ്പിൻ്റേതായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ടായിരിക്കും. ആ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ആ ചാനൽ എന്നുള്ളതാണ് നമ്മളെ മൊബൈൽ ഫോൺ, നമ്മൾ എവിടെ നിന്നാണ് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ചാനൽ എന്ന് പറയുന്നത്.
അപ്പോൾ വാട്സപ്പിലൂടെ നമ്മൾ ചാറ്റ് ചെയ്യുന്നു. ഡീകോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഹായ് എന്ന് പറഞ്ഞ് അയക്കുമ്പോൾ അത് അൽഗോരിതം അതിൻ്റെ ഫോണിൻ്റെ ലാംഗ്വേജിലേക്ക് മാറുന്നു. റേഞ്ച് വഴി എന്ത് ചെയ്യുന്നു, ഇൻ്റർനെറ്റ് വഴി അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കയ്യിലോട്ട് എത്തുന്നു. അവരുടെ ഫോണിൽ ഹായ് എന്ന് പറയുന്ന മെസ്സേജ് കാണുന്നു, ആ ഡീകോഡ് ചെയ്ത് കിട്ടുന്നു. റിസീവർ എന്ന് പറയുന്ന ആർക്കാണോ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് അയാളാണ് ആരെന്ന് പറയുന്നത്, റിസീവർ എന്ന് പറയുന്നത്. ആ റിസീവർ നിങ്ങൾ തിരിച്ച് ഹലോ എന്ന് പറയുന്ന മെസ്സേജാണ് ഫീഡ്ബാക്ക്. അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അയാൾ തരുന്ന മറുപടിയാണ് എന്തെന്ന് പറയുന്നത്, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതിന് താഴെ നോയ്സ് എന്ന് പറയുന്നത് കണ്ടോ, അതായത് നമ്മൾ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ആണെന്ന് നമ്മൾ ഉദ്ദേശിച്ചു. ഇവിടെ എന്തായിരിക്കും നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷനിൽ വരുന്ന തടസ്സങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, നോയ്സുകൾ എന്ന് പറയുന്നത്. ഈ നോയ്സിൽ സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് സംഭവിക്കാം, വാട്സപ്പിലെ റേഞ്ചുകൾ പോവാം, ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത കുറവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നെറ്റ് സ്ലോ ആയിരിക്കാം. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ പെട്ടെന്നാവാനുള്ള ചാൻസുകൾ, പെട്ടെന്ന് നടക്കാതിരിക്കാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തടസ്സങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നോയ്സുകൾ എന്ന് വിളിക്കാറുള്ളത്. ഇതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. അടുത്തത് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുക എന്നുള്ളതാണ്. അതായത് എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടത്, അതായത് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒന്നാമത്തെ സോഴ്സ് ഓർ സെൻഡർ എന്നുള്ളതാണ്. സെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എവിടെ നിന്നാണ് കമ്മ്യൂണിക്കേറ്റർ, ഹൂ ഇനീഷ്യേറ്റ് ദ മെസ്സേജ്, ആരാണ് മെസ്സേജിന് തുടക്കം കുറിക്കുന്നത്, ആരാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്, ആരാണ് നിങ്ങളോട് ചാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയത് അയാളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സെൻഡർ എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തുമായിട്ടുള്ള ഒരു സംഭാഷണമാണെന്ന് കരുതുക. ആ സംഭാഷണം നടക്കുന്നത്, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കോളേജിൽ വെച്ചിട്ടാണ്, ക്ലാസ് റൂമിൽ വെച്ചിട്ടാണെന്ന് കരുതുക. ഓക്കെ, ഈ കോളേജിൽ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നു, നിങ്ങളാണ് എന്തെന്ന് പറയുന്നത്, സോഴ്സ് അല്ലെങ്കിൽ സെൻറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എൻകോഡിങ് എന്നുള്ളതാണ്. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് ദ ഐഡിയ ഇൻ ടു എ മെസ്സേജ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഐഡിയ അതൊരു മെസ്സേജിലോട്ട് മാറ്റുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്, എൻകോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ലാംഗ്വേജ്, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം നിങ്ങൾ വാക്കുകൾ രൂപേണ പറയുന്നു, ആ വാക്കുകളായിട്ട് മാറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെയാണ് എൻകോഡിങ് എന്ന് വിളിക്കുക. രണ്ടാമത്തെ മെസ്സേജ് എന്നുള്ളതാണ്. മെസ്സേജ് എന്താണ്, ദ കോണ്ടന്റ് ദാറ്റ് ഈസ് ബീയിങ് കമ്മ്യൂണിക്കേറ്റഡ്. അതായത് എന്താണോ നിങ്ങൾ സംസാരിക്കുന്നത് അതാണ് എന്തെന്ന് പറയുന്നത്, മെസ്സേജുകൾ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, ചാനൽ ഓർ മീഡിയം എന്നുള്ളതാണ്. ചാനൽ ഓർ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദ മീൻസ് ത്രൂ വിച്ച് ദ മെസ്സേജ് ട്രാവൽസ്, എവിടെ നിന്നാണ് ഈ മെസ്സേജുകൾ ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, നിങ്ങൾ എവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഏത് സിറ്റുവേഷനിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതാണ് ചാനൽ ഓർ മീഡിയം എന്ന് പറയുന്നത്. അടുത്ത ഡീകോഡിംഗ് ആണ്. ഡീകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദ പ്രോസസ് ബൈ വിച്ച് ദ റിസീവർ ഇൻ്റർപ്രറ്റ്സ് ദ മെസ്സേജ്. നിങ്ങൾ പറയുന്ന മെസ്സേജ് എന്താണോ റിസീവർ മനസ്സിലാക്കുന്നത് അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഡീകോഡിംഗ്. നിങ്ങൾ പറയുന്ന കാര്യം എന്താണ് നിങ്ങൾ സുഹൃത്ത് മനസ്സിലാക്കുന്നത് അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഡീകോഡിംഗ് എന്ന് വിളിക്കുന്നത്. അടുത്തെന്താണ്, റിസീവർ എന്നുള്ളതാണ്. ഡീകോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിസീവർ മനസ്സിലാക്കുന്നു. റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദ ടാർഗറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, റിസീവർ എന്ന് വിളിക്കുക. അടുത്തെന്താണ്, ഫീഡ്ബാക്ക് ആണ്. ദ റിയാക്ഷൻ ഓഫ് ദ റിസീവർ ടു ദ മെസ്സേജ്. നിങ്ങൾ പറയുന്ന കാര്യത്തിന് ആ റിസീവറായിട്ടുള്ള ആൾ എന്താണോ മറുപടി തരുന്നത് അതിനെയാണ് റിസീവർ എന്ന് വിളിക്കുന്നത്, ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നത്. ദ ലാസ്റ്റ് വൺ, കോണ്ടെക്സ്റ്റ്. എന്താണ് കോണ്ടെക്സ്റ്റ്, ദ എൻവിറോൺമെൻറ്റ് ഓർ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ കമ്മ്യൂണിക്കേഷൻ ഒക്കേഴ്സ്. എവിടെ നിന്നാണ് ഒരു മെസ്സേജുകൾ അല്ലെങ്കിൽ എവിടെ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്, ഏത് സന്ദർഭത്തിൽ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ് കോണ്ടെക്സ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു പബ്ലിക് പാർക്കിൽ വെച്ച് സംസാരിക്കുന്നു, നിങ്ങൾ ക്ലാസ് റൂമിൽ വെച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സിനിമ ഹാളിൽ വെച്ചിട്ടാണ്, തിയേറ്ററിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, കോണ്ടെക്സ്റ്റ് എന്ന് വിളിക്കാറുള്ളത്. അടുത്തത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. വിവിധ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒന്നുകൂടി സിമ്പിളാക്കി പറയണമെന്നുണ്ടെങ്കിൽ വാക്കുകൾ കൊണ്ടുള്ള സംസാരങ്ങൾ, അതിനെയാണ് എന്തെന്ന് വിളിക്കുക, വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, verbal communication
encompasses all communication using spoken words or unspoken words as in the case with sign language എന്നുള്ളതാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സ്പോക്കൺ വേർഡ് കൊണ്ട്, അതായത് വാക്കുകളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, വെർബൽ കമ്മ്യൂണിക്കേഷൻ. പക്ഷേ ഓർ അൺസ്പോക്കൺ, ചില സമയത്ത് അൺസ്പോക്കൺ ആയിട്ട് വരുന്നു. അതെങ്ങനെയാണ്, സൈൻ ലാംഗ്വേജുകൾ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അൺസ്പോക്കൺ ലാംഗ്വേജിനെ നമുക്ക് വെർബൽ ലാംഗ്വേജുകളാക്കിയിട്ട് എന്ത് ചെയ്യാം, ഉപയോഗിക്കാനും പറ്റും. രണ്ടാമത്തെ പോയിന്റ് എന്താ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ to effectively communicate your ideas verbally in order to avoid misunderstanding and maximize interest while you speak എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ, അത് വാക്കുകൾ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ റിസീവറിനെ നിങ്ങൾ പറയുന്ന മെസ്സേജുകൾ മിസ്ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളിലേക്ക് നയിക്കാൻ അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരിക്കലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോവാതിരിക്കാൻ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം നിങ്ങൾ വാക്കുകൾ കൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിൽ കരുതിയിട്ടുള്ളത്, നിങ്ങളുടെ മൈൻഡിൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു ഇൻട്രസ്റ്റുകൾ, ഒരു താല്പര്യം കൂട്ടുന്നതിന് വേണ്ടിയിട്ടും വെർബൽ കമ്മ്യൂണിക്കേഷന് സാധിക്കുന്നതാണ്. മൂന്നാമത്തെ പോയിന്റ്, മേക്ക് ഷുവർ ടു യൂസ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് ലാംഗ്വേജ്, സ്പീക്ക് ക്ലിയർലി, know your audience, respond in the best way and use an appropriate tone when speaking എന്നുള്ളതാണ്. അതായത് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതായത് നല്ല ലാംഗ്വേജുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഓഡിയൻസിനെ അല്ലെങ്കിൽ നിങ്ങൾ ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അയാളെ മനസ്സിലാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ ടോണുകൾ, നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ സംസാരിക്കുന്നതും നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതും നമ്മൾ ഫണ്ണിയായിട്ട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതൊക്കെ തമ്മിൽ ഒരു വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അതിനെയാണ് ടോണുകൾ എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ ടോണുകൾ കാര്യങ്ങളൊക്കെ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷനിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. രണ്ടാമതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, വെർബൽ അല്ലാതെ, വാക്കുകൾ കൊണ്ടല്ലാതെ സംസാരിക്കുന്നതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ആക്ച്വലി ബീയിങ് സെയ്ഡ് ഈസ് ഓൺലി ഹാഫ് ദ ബാറ്റിൽ, ദ റെസ്റ്റ് ലൈസ് ഇൻ വാട്ട്സ് ഈസ് ഇൻ ബീയിങ് സെയ്ഡ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതായത് പകുതി നിങ്ങൾ പറയുന്നത് എന്താണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബാക്കി പറയുന്നത് എന്താ, ദിസ് മീൻസ് യുവർ ടോൺ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ്, ഹാൻഡ് മൂവ്മെൻറ്റ്സ് ആൻഡ് ഐ കോൺടാക്ട്സ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊരു കാര്യം സംസാരിക്കുക, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങളൊരു കാര്യം വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങളൊരു കാര്യം സംസാരിക്കുമ്പോൾ അത് ഒരു കാര്യം നിങ്ങൾ കൺവേ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന മെസ്സേജുകൾ കൃത്യമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവിടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് യൂസ് ചെയ്യണം. അതായത് നിങ്ങളുടെ ടോണുകൾ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജുകൾ, ഹാൻഡ് മൂവ്മെൻറ്റ്സ്, ഐ കോൺടാക്റ്റുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. അപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തിൽ, ഒരു കമ്മ്യൂണിക്കേഷനിൽ എന്താണ് നിങ്ങൾ മീൻ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. വെൻ യു മേക്ക് യുവർ സെൽഫ് അവെയർ ഓഫ് വാട്ട് ദ റെസ്റ്റ് ഓഫ് യു ഈസ് ഡൂയിങ് ആസ് യു സ്പീക്ക്, യു ക്യാൻ മേക്ക് correction and eventually use all the right non-verbal cues to convey your point എന്നുള്ള. അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, ഓഡിയൻസിന് മനസ്സിലാക്കാൻ ഏതിലൂടെ സാധിക്കുന്നുണ്ട്, ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ സാധിക്കുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും, കൺവേ ചെയ്യിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. ഓക്കെ, അടുത്തത് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എഴുത്തുകളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. Written communication is a form of verbal communication, but it is so different than spoken verbal communication that this form gets own separate type എന്നുള്ളതാണ്. മാത്രമല്ല, written communication can take the form of anything you write or type, such as letters, emails, notes, text, billboards, even a message written in the sky എന്നുള്ളതാണ്. അതായത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ,
നിങ്ങൾ നിങ്ങൾ എഴുതിയിട്ട് അത് വായിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒഫീഷ്യലായിട്ടുള്ള ഒരു രേഖാമൂലമുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് എന്തെന്ന് പറയുന്നത് ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗം കൂടിയാണ് എന്നാണ് ആദ്യ പോയിന്റുകളിൽ പറയുന്നത്. മാത്രമല്ല, കാരണം ഇതൊരു നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ റീഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇതൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗം കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് എന്തൊക്കെ വരുന്നുണ്ട്, എന്തൊക്കെയാണ് ലെറ്റേഴ്സ് ഉണ്ട്, ഇമെയിൽസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, ടെക്സ്റ്റുകളുണ്ട്, ബിൽ ബോർഡ്സുകൾ, അതുപോലെ തന്നെ നിങ്ങൾ ആകാശത്തിൽ എഴുതിയിട്ടുള്ള ഒരു മെസ്സേജുകൾ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിലും വായിക്കുകയാണെന്നുണ്ടെങ്കിലും അതൊരു റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വിത്ത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് യു നോ യുവർ ഓഡിയൻസ്, യുവർ പർപ്പസ്, യുവർ മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി ത്രൂ ഔട്ട് യുവർ റിട്ടൺ മെസ്സേജ് എന്നുള്ളതാണ്. അതായത് ഒരു റിട്ടൺ മെസ്സേജുകളിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഓഡിയൻസിനെ തിരിച്ചറിയാൻ സാധിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്, എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് മീൻ ചെയ്യിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഓഡിയൻസിലോട്ട് എത്തിക്കാൻ നിങ്ങൾ ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷനിലൂടെ സാധിക്കണം. ഓക്കെ, അടുത്തത് നാലാമതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അതായത് ഇന്നത്തെ കാലത്തുള്ള നമ്മളിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഈസ് വൺ യു മേ നോട്ട് ഹാവ് ഹിയർഡ് ഓഫ്, ബട്ട് ഇറ്റ് ഈസ് വൺ ദാറ്റ് കോംപ്ലിമെൻറ്റ്സ് ദ other ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വെൽ എന്നുള്ളതാണ്. ഈ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിളാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങളൊരു കാണുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു രീതിയിൽ നമുക്ക് ഇതൊരു വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് എന്നുള്ളത് നമുക്കൊരു മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാ സമയങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നും കൂടിയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അതായത് രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഡെലിവറിങ് ഇൻഫർമേഷൻ, മെസ്സേജ് ആൻഡ് പോയിന്റ്സ് ബൈ വേ ഓഫ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓർ വിഷ്വൽ എയ്ഡ്സ് എന്നുള്ളതാണ്. അതായത് ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവിടെ ഈ ഇൻഫർമേഷൻസ്, മെസ്സേജുകൾ, പോയിന്റുകൾ ഇതൊക്കെ ഗ്രാഫിക്കുകളായിട്ട് അല്ലെങ്കിൽ ഒരു ഇമേജ് ആയിട്ട് അതല്ലെങ്കിൽ ഒരു ചാർട്ടായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, കൺവേ ചെയ്യിപ്പിക്കുന്നതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സം കോമൺലി യൂസ്ഡ് എക്സാമ്പിൾസ് ആർ സ്ലൈഡ് പ്രസൻറ്റേഷൻസ്, ഡയഗ്രാംസ്, ഫിസിക്കൽ മോഡൽസ്, ഡ്രോയിങ്സ് ആൻഡ് ഇല്ലുസ്ട്രേഷൻസ് എന്നുള്ളതാണ്. അതായത് സ്ലൈഡുകളാക്കി നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തരുന്ന ഡയഗ്രാംസ് ആയിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ മോഡലുകളായിട്ട്, ഡ്രോയിങ്സുകളായിട്ട്, ഇല്ലുസ്ട്രേഷൻസ് ആയിട്ടൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യത്തെ അവതരിപ്പിച്ച് നിങ്ങളെ കൊണ്ട് അത് കൂടുതലായിട്ട് മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഇതിൻ്റെ കൂടെ തന്നെ മറ്റു കമ്മ്യൂണിക്കേഷൻസും കൂടി വരുമ്പോഴാണ് ഈ മെസ്സേജുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കൺവേ ചെയ്യുക. വെൻ യു യൂസ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഇൻ അഡീഷൻ ടു വെർബൽ, നോൺ വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അതാണ് പറയുന്നത്. അതായത് നിങ്ങൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ എന്തും കൂടി വേണ്ടി വരും, വെർബൽ കമ്മ്യൂണിക്കേഷനോ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷനോ ഉൾപ്പെടുത്തേണ്ടി വരും. ഇങ്ങനെ ഈ കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾ പറയുന്ന ഒരു മെസ്സേജ് കൃത്യമായി, നിങ്ങൾ പറയുന്ന ടോപ്പിക്ക് കൃത്യമായിട്ട് മറ്റൊരാൾക്ക് കൺവേ ചെയ്യുന്നുള്ളൂ. യു ക്രിയേറ്റ് എ വെരി എഫക്റ്റീവ് വേ ഫോർ യുവർ മെസ്സേജ് ടു ബി ഹിയർഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് എന്നുള്ളതാണ്. നിങ്ങളുടെ മെസ്സേജുകൾ കൃത്യമായിട്ട് കേൾക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഏതെന്ന് പറയുന്നത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഇത്രയും ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.